2025 ആഗസ്റ്റ് മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ-US പങ്കാളിത്തത്തിലുള്ള നിസാർ സാറ്റലൈറ്റ് വിജയകരമായി വിക്ഷേപിച്ചത് ജൂലൈ 30, 2025. ISRO നാസയും തമ്മിലുള്ള ആദ്യത്തെ സംയുക്ത ഭൗമ നിരീക്ഷണ ദൗത്യമാണ് നിസാർ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് നിസാർ വിക്ഷേപിച്ചത്. GSLV F-16 ആണ് റോക്കറ്റ്. 102ാമത്തെ വിക്ഷേപണമാണ് നിസാർ. 100ാമത്തെ വിക്ഷേപണം NBS-02. GSLV F-15 ആണ് 100ാമത്തെ ഉപഗ്രഹത്തിന്റെ വാഹനം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ഔദ്യോഗിക കാർബൺ സന്തുലിത ഭവനം കോഴിക്കോട് ജില്ലയിലെ മേട. 2023 കേരള ശാസ്ത്ര പുരസ്കാരം നേടിയത് S. സോമനാഥ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വരുന്നത് കൊച്ചി. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ ഏറ്റവും വലിയ ഹരിത നൈപുണ്യ ദൗത്യത്തിന് തുടക്കം കുറിക്കുന്നത് ആന്ധ്രാപ്രദേശ്. 2025 സംസ്ഥാന സർക്കാരിന്റെ PK കാളൻ പുരസ്കാരം ലഭിച്ചത് കുഞ്ഞിരാമ പെരുവണ്ണാൻ. കുഞ്ഞിരാമ പെരുവണ്ണാൻ കണ്ണൂർ ജില്ലയിലാണ്. നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്നതാണ് PK കാളൻ പുരസ്കാരം. അടുത്ത ക്വസ്റ്റ്യൻ, ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ആർട്ടിക്കിൾ 370. 2019 ഓഗസ്റ്റ് 5 ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരാഖണ്ഡ് മേഘവിസ്ഫോടനത്തെ തുടർന്ന് ദുരന്തം സംഭവിച്ച ഗ്രാമം ധരാലി. 2025 കോപ്പ വനിതാ കിരീടം നേടിയത് ബ്രസീൽ. അടുത്ത ക്വസ്റ്റ്യൻ, MS സ്വാമിനാഥൻ മാൻ ഹൂ ഫെഡ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് പ്രിയംവദ ജയകുമാർ. MS സ്വാമിനാഥൻ മാൻ ഹൂ ഫെഡ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് പ്രിയംവദ ജയകുമാർ. അവർ ലിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകം എഴുതിയത് ശശി തരൂർ. അന്തകവള്ളികൾ എന്ന പുസ്തകം എഴുതിയത് സേതു. MS സ്വാമിനാഥൻ മാൻ ഹൂ ഫെഡ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് പ്രിയംവദ ജയകുമാർ. അവർ ലിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ ശശി തരൂർ. അന്തകവള്ളികൾ സേതു. കോലാപൂരി ചെരുപ്പുകളുടെ ആധികാരികത ഉറപ്പാക്കാൻ QR കോഡ് ഉൾപ്പെടുത്തിയ സംസ്ഥാനം മഹാരാഷ്ട്ര. കോലാപൂരി ചെരുപ്പുകളുടെ ആധികാരികത ഉറപ്പാക്കാൻ QR കോഡ് ഉൾപ്പെടുത്തിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. 14ാമത്തെ ക്വസ്റ്റ്യൻ, അടുത്തിടെ പൊട്ടിത്തെറിച്ച ക്രാഷേനിക്കോവ് അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ്? റഷ്യ. ക്രാഷേനിക്കോവ് അഗ്നിപർവ്വതം നടന്നത് റഷ്യ. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രാജ്യത്തെ ആദ്യത്തെ അനലോഗ് ദൗത്യമായ ഹോപ്പ് ആരംഭിച്ചത്. ഹോപ്പ് ഹ്യൂമൺ ഔട്ടർ പ്ലാനറ്ററി എക്സ്പ്ലോഷൻ ആരംഭിച്ചത് ലഡാക്ക്. പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ ഫിഫ ടാലന്റ് അക്കാദമി നിലവിൽ വന്നത് ഹൈദരാബാദ്. നെക്കൽ നെല്ലു മനുഷ്യന്റെ കഥ എന്ന ചെറുവയൽ രാമന്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച ഡോക്യുമെന്ററിയുടെ സംവിധായകനാണ് MK രാമദാസ്. അടുത്തിടെ പൊട്ടിത്തെറിച്ച ക്രാഷേനിക്കോവ് അഗ്നിപർവ്വതം റഷ്യയിൽ നിന്നാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രാജ്യത്തെ ആദ്യത്തെ അനലോഗ് ദൗത്യമായ ഹോപ്പ് ആരംഭിച്ചത് ലഡാക്ക്. പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ ഫിഫ ടാലന്റ് അക്കാദമി നിലവിൽ വന്നത് ഹൈദരാബാദ്. നെക്കൽ നെല്ലു മനുഷ്യന്റെ കഥ എന്ന ചെറുവയൽ രാമന്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച ഡോക്യുമെന്ററിയുടെ സംവിധായകനാണ് MK രാമദാസ്. 2025 ദേശീയ ചലച്ചിത്ര അക്കാദമി പ്രത്യേക പരാമർശം നടന്നതാണ് ഈ ഡോക്യുമെന്ററി. നെക്കൽ നെല്ലുമനുഷ്യന്റെ കഥ എന്ന ഡോക്യുമെന്ററിക്ക് 2025 ദേശീയ ചലച്ചിത്ര അക്കാദമിയുടെ പ്രത്യേക പരാമർശം ലഭിച്ചിട്ടുണ്ട്. 18ാമത്തെ ക്വസ്റ്റ്യൻ,
മഹാനദി ജലവിഭജനത്തെ ചൊല്ലിയുള്ള തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ: ഒഡീഷ, ഛത്തീസ്ഗഡ്. ലോകത്തിലെ ഏറ്റവും വലിയ വംശനാശ ഭീഷണി നേരിടുന്ന കുരങ്ങുവംശങ്ങളിൽപ്പെട്ട ഇന്ത്യയിലെ ഏകമിനമാണ് ഹൂലോക്ക് ഗിബ്ബൺ. അടുത്തിടെ കർണാടകയിൽ കോലാറിലെ സ്ത്രീയിൽ കണ്ടെത്തിയ ബ്ലഡ് ഗ്രൂപ്പ് ക്രിബ്, ക്രോമർ ഇന്ത്യ ബാംഗ്ലൂരു. ക്രിബ് എന്ന് പറഞ്ഞാൽ ക്രോമർ ഇന്ത്യ ബാംഗ്ലൂരു. 2025 യുനെസ്കോ സാഹിത്യ നഗരം അവാർഡ് സമഗ്ര സംഭാവനക്കുള്ള അവാർഡ് ലഭിച്ചത് സാറ ജോസഫ്. വനിതാ എഴുത്തുകാരിക്കുള്ള അവാർഡ് ലഭിച്ചത് ആത്രേയകം എഴുതിയ ആർ രാജശ്രീക്കാണ്. ബാലസാഹിത്യത്തിൽ ലഭിച്ചത് മീസാറു കഥ സന്തോഷ് ഏച്ചിക്കാനത്തിനാണ് ലഭിച്ചത്. 22ാമത്തെ ക്വസ്റ്റ്യൻ: വിക്രം സാരാഭായി സെന്റർ ഡയറക്ടറായി നിയമിതനായത് ഡോക്ടർ എ രാജരാജൻ. മഹാനദി ജലവിഭജനത്തെ ചൊല്ലിയുള്ള തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ: ഒഡീഷ, ഛത്തീസ്ഗഡ്. ലോകത്തിലെ ഏറ്റവും വലിയ വംശനാശ ഭീഷണി നേരിടുന്ന കുരങ്ങുവംശങ്ങളിൽപ്പെട്ട ഇന്ത്യയിലെ ഏകമിനം കുരങ്ങുകളാണ് ഹൂലോക്ക് ഗിബ്ബൺ. അടുത്തിടെ കർണാടകയിലെ കോലാറിൽ സ്ത്രീയിൽ കണ്ടെത്തിയ ബ്ലഡ് ഗ്രൂപ്പാണ് ക്രിബ്, CRIB, ക്രോമർ ഇന്ത്യ ബാംഗ്ലൂരു. 2025 യുനെസ്കോ സാഹിത്യ നഗരം അവാർഡ് സമഗ്ര സംഭാവനക്കുള്ള അവാർഡ് ലഭിച്ചത് സാറ ജോസഫിനാണ്. വനിതാ എഴുത്തുകാരിക്കുള്ള അവാർഡ് ലഭിച്ചത് ആത്രേയകം എഴുതിയ ആർ രാജശ്രീക്കും. ബാലസാഹിത്യ വിഭാഗത്തിന് മീസാറു കഥ സന്തോഷ് ഏച്ചിക്കാനത്തിന്. വിക്രം സാരാഭായി സ്പേസ് സെന്റർ ഡയറക്ടറായി നിയമിതനായത് ഡോക്ടർ എ രാജരാജൻ. 23ാമത്തെ ക്വസ്റ്റ്യൻ: ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഡയറക്ടറായി നിയമിതനായത് ഇ പത്മകുമാർ. ദരിദ്രരുടെ സാമ്പത്തിക സ്ഥിതി ഉയർത്തുന്നതിനുള്ള ക്ഷേമ പദ്ധതിയായ CM നബാദിഷ അഭിയാൻ ആരംഭിച്ചത് ത്രിപുര. ത്രിപുര മുഖ്യമന്ത്രി മാണിക് സാഹിയാണ്. ആഗോളതലത്തിൽ ആകെ അവയവം മാറ്റിവയ്ക്കലിന്റെ എണ്ണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം മൂന്നാമതാണ്. ആദ്യത്തെ 2 സ്ഥാനം അമേരിക്കയും ചൈനയുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ: MK സാനുവും TS ജോയിയും ചേർന്ന് രചിച്ച ഏറ്റവും പുതിയ പുസ്തകം? മഹാകവി ഉള്ളൂർ സാഹിത്യ ചരിത്രത്തിലെ ഭാസുര നക്ഷത്രം. MK സാനുവും TS ജോയിയും ചേർന്ന് രചിച്ച പുസ്തകമാണ്, ഏറ്റവും പുതിയ പുസ്തകമാണ് മഹാകവി ഉള്ളൂർ സാഹിത്യ ചരിത്രത്തിലെ ഭാസുര നക്ഷത്രം. MK സാനു അന്തരിച്ചത് ആഗസ്റ്റ് 2, 2025 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MK സാനുവിനാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ: കർമ്മഗതി എന്നത് ആരുടെ ആത്മകഥയാണ്? കർമ്മഗതി എന്നത് പ്രൊഫസർ MK സാനുവിന്റെ ആത്മകഥയാണ് കർമ്മഗതി. കസാക്കിസ്ഥാനിലെ ഷിംകെന്റിൽ നടന്ന ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ 10 മീറ്റർ പിസ്റ്റൾ പുരുഷ ജൂനിയർ വിഭാഗം സ്വർണം നേടിയ ഇന്ത്യക്കാരൻ കപിൽ ബെയിൻസ്ല. 10 മീറ്റർ എയർ പിസ്റ്റളിൽ വെങ്കല മെഡൽ നേടിയത് മനു ഭാക്കർ. 2036 മുമ്പ് ശുക്രനെ വീണ്ടും സന്ദർശിക്കുന്നതിനായി റഷ്യ ആരംഭിക്കുന്ന ദൗത്യം വെനീറ ഡി ഇന്റർ പ്ലാനറ്ററി. 7ാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KN ഹരിലാൽ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് പെരുമ്പൂർ ഇന്റർഗ്രിൽ കോച്ച് ഫാക്ടറി, ചെന്നൈ. അന്തരിച്ച നാഗാലാൻഡ് ഗവർണർ ലാ ഗണേശൻ. കസാക്കിസ്ഥാനിലെ ഷിംകെന്റിൽ നടന്ന ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ 10 മീറ്റർ പിസ്റ്റൾ പുരുഷ ജൂനിയർ വിഭാഗം സ്വർണം നേടിയ ഇന്ത്യക്കാരൻ കപിൽ ബെയിൻസ്ല. 10 മീറ്റർ എയർ പിസ്റ്റളിൽ വെങ്കല മെഡൽ നേടിയത് മനു ഭാക്കർ. 2036 മുമ്പ് ശുക്രനെ വീണ്ടും സന്ദർശിക്കുന്നതിനായി റഷ്യ ആരംഭിക്കുന്ന ദൗത്യമാണ് വെനീറ ഡി ഇന്റർ പ്ലാനറ്ററി. 7ാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KN ഹരിലാൽ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് പെരുമ്പൂർ ഇന്റർഗ്രിൽ കോച്ച് ഫാക്ടറി, ചെന്നൈയിൽ. അന്തരിച്ച നാഗാലാൻഡ് ഗവർണർ ലാ ഗണേശൻ. 34ാമത്
ക്വസ്റ്റ്യൻ. അടിയന്തര സേവനങ്ങൾക്കുള്ള കേരള സർക്കാരിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 112. അടുത്ത ക്വസ്റ്റ്യൻ. GI ടാഗ് രജിസ്ട്രേഷനായി കേരളത്തിൽ നിന്നുള്ള പുതിയ ഉൽപ്പന്നം കാട്ടിഞ്ചി. ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്തു നിർമ്മിച്ച അഡ്വാൻസ്ഡ് ആന്റി ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനം സുദർശൻ ചക്ര. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിന്റെ ദൈർഘ്യം 103 മിനിറ്റ്. ഇന്ത്യയുടെ 89ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ രോഹിത് കൃഷ്ണ, തമിഴ്നാട്. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ ഭാഗ്യചിഹ്നം ഹിമാലയൻ കിങ്ഫിഷർ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യ സംസ്ഥാനം കേരളം. അടുത്തിടെ തദ്ദേശീയ ജനങ്ങൾക്ക് ആയുധ ലൈസൻസ് അപേക്ഷ നൽകുന്നതിനുള്ള പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ആസാം. മുള ഉപയോഗിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ 2G പ്ലാന്റ് സ്ഥാപിക്കുന്നത് അരുണാചൽ പ്രദേശ്. GI ടാഗ് രജിസ്ട്രേഷനായി കേരളത്തിൽ നിന്നുള്ള പുതിയ ഉൽപ്പന്നമാണ് കാട്ടിഞ്ചി. ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്തു നിർമ്മിച്ച അഡ്വാൻസ്ഡ് ആന്റി ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനമാണ് സുദർശൻ ചക്ര. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിന്റെ ദൈർഘ്യം 103 മിനിറ്റാണ്. സ്വാതന്ത്ര്യദിനത്തിൽ 103 മിനിറ്റാണ് നരേന്ദ്രമോദി പ്രസംഗം നടത്തിയത്. 12ാമത് വർഷവും ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്ന ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇന്ത്യയുടെ 89ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററാണ് രോഹിത് കൃഷ്ണ, തമിഴ്നാട്ടുകാരനാണ്. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ ഭാഗ്യചിഹ്നം ഹിമാലയൻ കിങ്ഫിഷറാണ്. വാട്ടർ സ്പോർട്സിന്റെ വേദി ശ്രീനഗറാണ്. യുവജന സ്പോർട്സ് വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. ഇത് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി ആഗസ്റ്റ് 21-നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത്. ഡിജി കേരളം പദ്ധതിയുടെ കീഴിലാണ് കേരളത്തിന് ഈ നേട്ടം ലഭിച്ചത്. അടുത്തിടെ തദ്ദേശീയ ജനങ്ങൾക്ക് ആയുധ ലൈസൻസ് അപേക്ഷ നൽകുന്നതിനുള്ള പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ആസാമാണ്. മുള ഉപയോഗിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ 2G പ്ലാന്റ് സ്ഥാപിച്ചത് അരുണാചൽ പ്രദേശ്. ആദ്യ സ്വകാര്യ 2G പ്ലാന്റ് മുള ഉപയോഗിച്ച് അരുണാചൽ പ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ. ഭൂമിയിലെ പ്രകാശത്തിന്റെ തോത് വർദ്ധിച്ചു വരുന്നതും അത് ജീവികളുടെ കാഴ്ചയെയും ആവാസ വ്യവസ്ഥയെയും ബാധിക്കുന്നതും പഠിക്കാൻ കേരളത്തിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഉപഗ്രഹം മോഡൽ ലൂമിനോസാറ്റ്. മോഡൽ ലൂമിനോസാറ്റ് ആണ് ഭൂമിയിലെ പ്രകാശത്തിന്റെ തോത് വർദ്ധിച്ചു വരുന്നതും അത് ജീവികളുടെ കാഴ്ചയെയും ആവാസ വ്യവസ്ഥയെയും ബാധിക്കുന്നതും പഠിക്കാൻ കേരളത്തിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഉപഗ്രഹം മോഡൽ ലൂമിനോസാറ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യനെ വഹിച്ചുള്ള ആഴക്കടൽ ദൗത്യമാണ് മത്സ്യ 6000. മത്സ്യ 6000 ആണ് ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യനെ വഹിച്ചുള്ള ആഴക്കടൽ ദൗത്യം. 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയം നയാ ഇന്ത്യ. നയാ ഇന്ത്യയാണ് 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയം. പൊതുജന സമ്പർക്കത്തിന് ബ്ലോഗർമാരെ നിയമിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനമാണ് കേരളം. പൊതുജന സമ്പർക്കത്തിന് ബ്ലോഗർമാരെ നിയമിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനമാണ് കേരളം. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭാ മന്ദിരം ഡൽഹിയാണ്. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭാ മന്ദിരമാണ് ഡൽഹി. കേരളത്തിലെ ആദ്യമായി പുറത്തിറങ്ങുന്ന ഗോത്രഭാഷാ മലയാളം നിഘണ്ടുവിന്റെ പേരാണ് സ്വം. സ്വമാണ് കേരളത്തിലെ ആദ്യമായി പുറത്തിറങ്ങുന്ന ഗോത്രഭാഷാ മലയാളം നിഘണ്ടുവിന്റെ പേര് സ്വം. AI അധിഷ്ഠിത അംഗനവാടി സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂർ. നാഗ്പൂരിലാണ് AI അധിഷ്ഠിത അംഗനവാടി സ്ഥിതി ചെയ്യുന്നത്. നാഗ്പൂർ.